പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കിപ്പൊട്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഞാനിപ്പോ ശരിക്ക് അട്ടപ്പാടിയിലാണ് ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്. അട്ടപ്പാടിയിലെ നല്ലസിംഗ എന്നുള്ള ഒരു പ്രദേശത്താണ്. പക്ഷെ നല്ലസിംഗയിൽ നിന്നും കുറെ വിട്ടിട്ടാണ്ടോ, ഒരു 2-3 കിലോമീറ്റർ വിട്ടിട്ടാണ്. ഒരുവിധ ആൾക്കാരും എത്തിപ്പെടാത്ത സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വീഡിയോ അങ്ങനെ അധികം കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അട്ടപ്പാടിയിൽ വരുമ്പോൾ ഒരു 1-2 ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ശരിക്കും ഒരു ആദിവാസികളൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ ചെയ്യുക എന്നുള്ളൊരു ചെറിയൊരു ഉദ്ദേശം മാത്രമായിട്ടാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഇത്രയും ഹൈ റേഞ്ച് ഏരിയ ആണും ഒരുപാട് കാണാനുള്ള സ്ഥലമാണെന്നൊന്നും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ മൊത്തത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണ് അട്ടപ്പാടി. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് തോന്നുന്നത് എന്താ, തമിഴ്നാട്ടിലെ തൊട്ടടുത്ത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ജസ്റ്റ് ഒരു 55 കിലോമീറ്റർ ഉള്ളൂ. ഒരു 1-2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താം. പക്ഷെ അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്, കോയമ്പത്തൂർ നിന്നുള്ള ടീമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരും ഈ പ്രദേശത്ത്. പിന്നെ അത് മാത്രമല്ല, കോയമ്പത്തൂർ നിന്ന് ഈ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ തൊട്ടടുത്തുള്ള ഊട്ടി ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ഊട്ടിയും ഇവിടുന്ന് 50 കിലോമീറ്റർ. പിന്നെ വരുന്ന കേരളത്തിൽ നിന്ന് വരുന്നത് മണ്ണാർക്കാട് താലൂക്കിലാണല്ലോ ഈ അട്ടപ്പാടി. അപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്നാണ് ആൾക്കാർ വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ മലപ്പുറം സൈഡിൽ നിന്നും അങ്ങനെ പല ഭാഗത്തു നിന്ന് നിലമ്പൂരിൽ നിന്നൊക്കെ ആയിട്ട് വരും. പക്ഷെ കോഴിക്കോട്, കണ്ണൂര് അങ്ങനെ ആ കുറച്ച് ഉള്ളോട്ടേക്കുള്ള നമ്മളെ ടൗൺ ഏരിയ ഇല്ലേ, കാസർഗോഡ്, ഈ ഭാഗത്തുനിന്നൊന്നും ഒരാൾ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണ് അട്ടപ്പാടി. ഇവിടുത്തെ ഒന്ന് വളരെ സൈലന്റ് ഏരിയ, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലം. ഒരു അസുഖങ്ങൾ കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ഇവിടെ ഉണ്ടാവാറില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത്. അതുപോലെ അപ്പൊ ഞാൻ തന്നെ ഒരു ആസ്മ പേഷ്യൻ്റ് ആണ്. ഞാൻ ഇതുവരെ ഇൻഹേലർ ഇവിടെ നിന്ന് തൊട്ടില്ല. ഞാൻ ഇൻഹേലറൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ഇൻഹേലറൊന്നും തൊടുന്ന ആവശ്യം വന്നില്ല. പിന്നെ ഒരു കെറുപ്പുണ്ട് മലകളൊക്കെ കയറുമ്പോൾ, പക്ഷെ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. എൻ്റെ പ്രായം ഇപ്പം പ്രായമൊന്നുമല്ലല്ലോ, കുറച്ച് ഏജ്, ഏകദേശം 50 വയസ്സ് ഈ ഫെബ്രുവരി 22 വന്നാൽ 50 വയസ്സ് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അട്ടപ്പാടിനെ പറ്റിയുള്ള ഒരു കുറേ ഡോക്യുമെന്ററികൾ ഞാൻ എൻ്റെ അടുത്തൊന്നും ഈ വീഡിയോന് ശേഷം വരുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അട്ടപ്പാടിൻ്റെ ഒരു ചരിത്ര വീഡിയോ ഫസ്റ്റ് വരും. പിന്നെ അട്ടപ്പാടിയിൽ കാണാൻ പറ്റിയ ഓരോ പ്രദേശങ്ങളെ പറ്റിയിട്ട് ഞാൻ അത്രയും എന്നെ കോരിത്തരിപ്പിച്ച ഒരു സ്ഥലമാണ് അട്ടപ്പാടി. പോകുന്ന ഭാഗം കാഴ്ചകളല്ലാതെ വേറൊന്നുമില്ല. എവിടെ നോക്കി കഴിഞ്ഞാലും മലകളും കുന്നുകളും തന്നെ ഉള്ളു ഇവിടെ. എല്ലാ ഭാഗത്തും ആ മലകൾ കയറിക്കഴിഞ്ഞാലും കാഴ്ചകളല്ലാതെ വേറൊന്നുമില്ല ഇവിടെ. പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ സ്ഥലത്ത് വന്ന് ഒന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് അട്ടപ്പാടി. അതുപോലെ അട്ടപ്പാടി ഊരുകൾ, ഒരുപാട് ഊരുകളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്നും ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഊരുണ്ട്. ഒന്ന് വെച്ചപ്പതി ഉണ്ട്, വെള്ളക്കുളം ഉണ്ട്, പിന്നെ വേറെ ഊരും കൂടി ഉണ്ട്. ചില സമയത്ത് പേരുകൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ ഊര് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പോകാണ്ട്. ഫുള്ളും മല കയറണം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ മുൻ മന്ത്രി AK ബാലൻ സാറ് ദത്തെടുത്ത ഭൂമി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പുള്ളി വന്നതിന് ശേഷമാണ് ഇവിടെ റോഡുകളൊക്കെ, ഈ ഭാഗത്തുള്ള റോഡുകളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത, ചില ഭാഗങ്ങൾ മാത്രമുള്ളൂ റോഡ് മോശമുള്ളത്. ബാക്കി ആ വെച്ചപ്പതി ഈ എൻഡ് കഴിഞ്ഞാൽ കാടാണ്, ഉൾക്കാടുകളാണ്. ഈ പറയുന്ന റോഡുകളിലൊക്കെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ആനകളൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ രാത്രി സഞ്ചാരം കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം പകൽ വരാം. പിന്നെ രണ്ടാമത്തെ പറയാനുള്ളത്, ഇവിടെ നെറ്റ്വർക്ക് വളരെ മോശമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, എന്താ പറയാ, നമ്മളെ ഗൂഗിൾ പേ ഈ വഴി കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും. കയ്യിൽ നിന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ അത് കരുതാം. പിന്നെ റോഡുകൾ, അട്ടപ്പാടിയിലെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട് നല്ലതാണ്, അല്ലാതെ പറ്റ മോശമെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ മോശമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതും കൂടിയുള്ള ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതും സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സഞ്ചാരികൾക്ക് സുഖമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. രാത്രി സഞ്ചാരം ഇവിടെ നല്ലൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക. അട്ടപ്പാടി വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇന്ന് നല്ലതായിരിക്കും. അപ്പൊ എൻ്റെ ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് ഒന്ന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് ഉറപ്പ് പറയുന്നത്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള, എൻ്റെ ഈ വണ്ടിയിലാണ് ഞാൻ യാത്ര. ഇത് അവഞ്ചർ 220 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇതെന്നെ സത്യത്തിൽ പറയുകയാണെങ്കിൽ
ഈ വണ്ടി എന്നെ ഇതുവരെ ഞാനിപ്പോൾ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടും എന്നെ പറ്റിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല വണ്ടി. മൈലേജ് ഇപ്പോൾ ഒരു 55 ഓളം കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു 40 കിട്ടുള്ളൂ എന്നാണ്, പക്ഷെ ഞാനിപ്പോൾ ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ 55, ഈ ഹൈറേഞ്ചിൽ 55 കിട്ടുന്നുണ്ട്. ഈ ബുള്ളറ്റിനെക്കാട്ടും നല്ല ഈ വണ്ടി എന്നാണ് ഞാൻ ഉറപ്പ് വരുന്നത്. കാരണം എനിക്ക് ഇതിൽ യാത്ര ചെയ്തിട്ട് ബാക്ക് പെയിനും കാര്യങ്ങൾ ഇതുവരെ വന്നില്ല. ഞാൻ പറഞ്ഞാൽ എൻ്റെ പ്രായം ചെറുപ്പക്കാർ യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ ചെറുപ്പക്കാർക്ക് 100% ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഭാഗത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫീലായി. അത് മാത്രമല്ല യാത്ര ചെയ്യാനൊക്കെ ഏറ്റവും നല്ല സേഫ്റ്റി. അപ്പോ നല്ല ബാക്കിൽ നല്ല ടയറാണ്, നല്ല വീതിയുള്ള ടയറാണ്. പിന്നെ ഇരുന്ന് നല്ല കിടന്ന് ബാക്കിൽ ഇരിക്കുന്നവർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാം. ഞാൻ ഈ വണ്ടിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള പറയാൻ, അല്ലാതെ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇതും ചെയ്യല്ല. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ആ ഡീറ്റെയിൽസ് പറഞ്ഞു. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യേ. യാത്ര ലോങ് ജേർണിക്ക് സൂപ്പർ. സിറ്റി ഡ്രൈവിങ്ങിന് ഇത് വേസ്റ്റ് ആണ് ഈ വണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റും ഉണ്ട്, ഒന്നാമത്തെ കുറച്ച് നീളം കൂടെ വണ്ടി. അപ്പൊ തിരിക്കാൻ ഇങ്ങനത്തെ സിറ്റികളിലൊക്കെ കുറച്ച് ആയാസമായിട്ട് ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴികെ ലോങ് ജേർണി. അത് മാത്രമല്ല മലകള്, ഞാൻ ഇപ്പൊ കയറിയതൊക്കെ അത്യാവശ്യം നല്ല റോഡ് മാസമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന ജീപ്പുകൾ മാത്രം പോകുന്ന ഭാഗത്തു കൂടി വരെ ഞാൻ വണ്ടി അങ്ങനെ കയറ്റം കയറി. ഈ വണ്ടി എനിക്ക് ആദ്യം വിശ്വാസമില്ലായിരുന്നു, പക്ഷെ വണ്ടി ബ്രില്യൻ. അപ്പൊ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ പുതിയൊന്നല്ല, പുതിയ മോഡൽ. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഇതിപ്പോ 2019 മോഡൽ, 19 ലാസ്റ്റ് മോഡലാണ് ഈ വണ്ടി. ഏകദേശം 6 വർഷത്തിന്റെ പഴക്കമുള്ള ഒരു വണ്ടിയാണ്. ആ വണ്ടീനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ബാക്കി പുതിയ വണ്ടീനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും എൻ്റെ വണ്ടി 55 കിലോമീറ്റർ ഹൈ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഹൈ റേഞ്ച് പറഞ്ഞാൽ ലോങ് ജേർണി ഹൈ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കി സിറ്റിയിൽ ഞാനിപ്പോൾ ഈ അടുത്ത് ഇരിട്ടിയിലും പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇരിട്ടിയിൽ പോയപ്പോൾ എനിക്ക് മൈലേജ് 60ന്റെ മേലെ കിട്ടിക്കുന്നു. അത് ഒന്നാമത്തെ ഇരിട്ടിയിലെ ഹൈ റേഞ്ച് എല്ലാത്തിനും കൊണ്ടായിരിക്കും. അപ്പോൾ 60 അത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹൈ റേഞ്ചിൽ എനിക്ക് 55 കിട്ടാലും ഭയങ്കര കിട്ടല കേട്ടോ. അപ്പൊ എൻ്റെ ഒരുപാട് വീഡിയോകളുണ്ട്, ചരിത്ര വീഡിയോ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് കാണാം. എൻ്റെ 7 ദിവസമാണ് ഞാൻ ഈ അട്ടപ്പാടിക്ക് വേണ്ടി ചെലവഴിച്ചത്. പിന്നെ അടുത്ത ഞാൻ യാത്ര കോയമ്പത്തൂരിലേക്കാണ്. കോയമ്പത്തൂരിൽ ഇവിടെ വെച്ചിട്ട് ഒരു ടീമിനെ പരിചയപ്പെട്ടു. അവർ തന്നെ ജസ്റ്റ് ഒരു ചെറിയ സ്പോൺസർ, അവർ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് ഇതൊക്കെ നടത്തുന്ന ഹോൾസെയിൽ ടീമാണ്. അപ്പം അവരങ്ങനെ പറഞ്ഞുകൊണ്ട് വരാൻ. അപ്പം എന്തായാലും ഞാൻ കോയമ്പത്തൂരിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നും പറയണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പം നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.